Hello friends, welcome to Codeeureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ ഡിഫറൻസസ് എന്താണെന്നാണ്. അപ്പോൾ ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ആണ് മുകളിലായി ബട്ടണിൽ കാണുന്നത്, കാണാത്തവർ കാണുക. അപ്പോൾ നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ അതിന് മുന്നേ ക്ലാസ് ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഇവിടെ ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ കൊടുത്തിട്ടുണ്ട്, ഫ്രൂട്ട് ഉണ്ട്, മൊബൈൽ ഉണ്ട്. ഒബ്ജക്റ്റിനകത്ത് ഇതാ കുറച്ച് ഒബ്ജക്ട്സും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഒരു സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു കന്നുകാലികളുടെ ഒരു ഗ്രൂപ്പ്, ക്യാറ്റിലിന്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയുക, ഹേർഡ് ഓഫ് ക്യാറ്റിൽ എന്ന് പറയും, ശരിയല്ലേ? ഒരു ഷീപ്പിന്റെ ഒരു കൂട്ടത്തിനാണെങ്കിൽ എന്താ, ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയും. അപ്പോൾ ഒരേ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന കുറെ കാര്യങ്ങളെ നമ്മളാണെങ്കിൽ എന്താ ജനറൽ ആയിട്ട് ഒരു ഗ്രൂപ്പ് നെയിമിനകത്ത് നമ്മൾ കൊടുക്കും. ഇപ്പൊ ഹേർഡ് ഉണ്ട്, ഫ്ലോക്ക് ഉണ്ട്. ഇപ്പൊ ഗ്രേപ്സിന് നമ്മൾ എന്താ പറയാ, എല്ലാ ഗ്രേപ്സും എത്ര ഗ്രേപ്സ് ഇരുന്നാലും നമ്മൾ എന്ത് പറയും, ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്ന് പറയും, ശരിയല്ലേ? അപ്പൊ ബഞ്ചെന്ന് വേറെ ഒന്നിനും പറയത്തില്ല, അത് മിക്സ്ഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ. പിടിയിട്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ദ ക്ലാസ് എന്ന് പറയുന്നത് ഹ്യൂമൻ. ഹ്യൂമൻ എന്ന് വെച്ചാൽ എന്താണ്, ഹ്യൂമനകത്ത് കുറെ മാൻ ഉണ്ട്, വുമൺ ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർത്ത് കോമൺ ആയിട്ട് പറയുന്നതാണ് ഹ്യൂമൻ, ശരിയല്ലേ? അതിന്റെ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ എക്സാമ്പിൾ, മനസ്സിലായോ? അതിനാണ് ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ക്ലാസിന്റെ ഓരോ എക്സാമ്പിൾ അല്ലെങ്കിൽ എക്സാമ്പിളിന്റെ വേറൊരു പേരാണ് ഇൻസ്റ്റൻസ്. പിടിയിട്ടല്ലോ. അതിന്റെ എക്സാമ്പിളിനാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹ്യൂമന്റെ എക്സാമ്പിൾ ആണ്, ഒബ്ജക്റ്റുകളാണ് മാനും വുമണും, ശരിയല്ലേ? അതുപോലെ തന്നെ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്. അതായത് കുറച്ച് പൊതു സിമിലാരിറ്റീസ് ഉള്ള കാര്യങ്ങളെയാണ് നമ്മളൊരു ക്ലാസ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഫ്രൂട്ടിനെ ഒരു ക്ലാസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പല ടൈപ്പ് ഫ്രൂട്ട് അല്ലേ അതിന്റെ ഒബ്ജക്ട്സ്. അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സിനെ, ഈ ലോകത്ത് കാണുന്ന എന്തിനേയും നമുക്കൊരു കൂട്ടമായിട്ട് പറയുന്നതിനെ നമുക്കൊരു ക്ലാസ് ആയിട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് മോഡലിലുള്ള മൊബൈൽസ്, ഇപ്പൊ ആപ്പിൾ, സാംസങ്, മൈക്രോമാക്സ്, ഇതൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റ്. ഇപ്പൊ ജനറൽ ആയിട്ട് ക്ലാസ് ഒബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻസിലോട്ട് പോവാം. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ്. നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട് ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഇൻസ്റ്റൻസ്? ഇൻസ്റ്റൻസ് എന്ന് വെച്ചാൽ ഉദാഹരണം, അതിന്റെ എക്സാമ്പിൾ, മനസ്സിലായോ? ക്ലാസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്നതാണ് ഒബ്ജക്റ്റ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു, ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ് മാനും വുമണും. അതായത് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ മാനും വുമണും. അടുത്തത് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഓർ ടെംപ്ലേറ്റ് ഫ്രം വിച്ച് ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ്. ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ്. എന്താണ് ഒരു ബ്ലൂ പ്രിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ബ്ലൂ പ്രിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ, അതായത് എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്ന് ജനറൽ ആയിട്ട് ഒരു ഡിസൈൻ പറഞ്ഞു വെക്കുന്നതാണ് ക്ലാസ്. ഇപ്പൊ ആനിമലിനെ ഒരു ക്ലാസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആനിമലിലുള്ള കുറച്ച് കോമൺ ഫീച്ചേഴ്സും ബിഹേവിയേഴ്സും ഒക്കെ എഴുതി കൊടുക്കും, മനസ്സിലായല്ലോ? അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് അതിന്റെ ബ്ലൂ പ്രിന്റ് ആണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിന്റെ ഉദാഹരണമാണ്. പിടികിട്ടിയല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സാധാരണ, ഇപ്പൊ ഇവിടെ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ക്ലാസ് ഇതിനകത്ത് തന്നെ ഇതിന്റെ പുറത്ത് എഴുതി കൊടുക്കുകയാണ്, ആനിമൽ. അപ്പൊ എങ്ങനെയാണ്, ആനിമൽ ക്ലാസ്സിനകത്ത് ആനിമൽസിനുള്ള പൊതുവായിട്ടുള്ള കുറെ ഫീച്ചേഴ്സ്, കുറെ വേരിയബിൾസും മെത്തേഡ്സും ഒക്കെ ഞാൻ അതിന്റെ ഫീച്ചേഴ്സ്, വേരിയബിൾസും മെത്തേഡ്സും ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിന് കാലുകളുണ്ട് ആനിമൽസിന്, ശരിയല്ലേ? അപ്പൊ ലെഗ്സ് എന്ന് പറയുന്നത് 4 എല്ലാ മൃഗങ്ങൾക്കും 4 കാലല്ലേ? അതുപോലെ തന്നെ ആനിമൽസിന് ടെയിലുണ്ട്, ശരിയല്ലേ? അപ്പോൾ പിന്നെ മാത്രമല്ല ആനിമൽസ് സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ ഞാനത് ജനറൽ ആയിട്ട് പബ്ലിക് വോയിഡ് സൗണ്ട്, എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സൗണ്ട് കൊടുക്കാം, സിസ് സൗണ്ട്, മേക്ക് സൗണ്ട് എന്ന് കൊടുക്കുക. അല്ലെ ജനറൽ ആയിട്ട് കൊടുക്കുന്ന സൗണ്ട് ഏതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇങ്ങനെ ഞാൻ കുറെ പെക്യുലാരിറ്റീസ് ഒക്കെ ഈ ആനിമലിനകത്ത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിന്റെ ഓരോ ഒബ്ജക്റ്റിനും ഞാൻ ഈ ഫീച്ചേഴ്സ് പാസ് ചെയ്ത് കൊടുക്കും, മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ക്ലാസ്സിനെ എഴുതുന്നത്. അപ്പൊ ഈ ഇതിനകത്ത് ബ്ലൂ പ്രിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുത്തു ഇന്ന കാര്യങ്ങളുണ്ടെന്ന്. എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് അടുത്തൊരു ഡോഗിനെയോ പിന്നെ ലയണിനെയോ വെച്ച് നമ്മൾ പറയും. ഓക്കെ. ഇനി രണ്ടാമത്തേന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഈസ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി സച്ച് ആസ് എ പെൻ, ലാപ്ടോപ്പ്, മൊബൈൽ, ബെഡ്, കീബോർഡ്, മൗസ്, ചെയർ, എക്സെട്ര. അപ്പൊ ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ്. റിയൽ വേൾഡ് എൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സാധനം നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം ഇതൊരു ഒബ്ജക്റ്റ് ആണ്, മനസ്സിലായോ? ക്ലാസ്സിനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ക്ലാസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഒബ്ജക്ട്സ്. ഇപ്പൊ നമുക്ക് ഒരു ഗ്രൂപ്പിനെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഇപ്പൊ നമുക്ക് ഡോഗിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ ആനിമൽ എന്ന് പറഞ്ഞ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. കുറെ മൃഗങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതൊരു ആനിമൽ ആണെന്ന് പറയാം. അല്ലാതെ ആനിമൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സാധനം ഇല്ലല്ലോ. ഇവരെ എല്ലാം കൂടെ ചേർത്തൊരു ഗ്രൂപ്പിനെ അല്ലേ അങ്ങനെ പറയുന്നത്, മനസ്സിലായല്ലോ? ഇനി ഒബ്ജക്റ്റ് ഇസ് എ ഫിസിക്കൽ എൻറ്റിറ്റി. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ആണ്. അതായത് ഫിസിക്കലി ഉണ്ട്, നമുക്കത് കാണിക്കാം,
ഫിസിക്കലായിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ തൊട്ട് കാണിക്കാം. റിയൽ വേൾഡിലുള്ളത് ഇപ്പോൾ ഒരു പേന എടുത്ത് നമുക്ക് കാണിച്ചിട്ട് ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് പറയാം. ഒരു മാംഗോ എടുത്ത് കാണിച്ചിട്ട് ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് പറയാം. ക്ലാസ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ എൻറ്റിറ്റിയാണ്. അതായത് നമ്മൾ ലോജിക്കലി അതിനെ പറയുന്നതേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ആനിമലിൽ നിന്ന് നമ്മൾ ഗ്രൂപ്പ് ഈ ഒരു ക്ലാസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമലിൽ നിന്ന് നമ്മൾ ലോജിക്കലി അതിനെ പറയുന്നതാണ്. അതല്ലാതെ ഫിസിക്കലി അതിനെ കാണിക്കാൻ പറ്റത്തില്ല. പിടികിട്ടിയല്ലോ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ന്യൂ കീവേഡ്. എക്സാമ്പിൾ സ്റ്റുഡൻറ് S1 ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്. ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ന്യൂ കീവേഡ് വെച്ചിട്ടാണ്. ക്ലാസ് ഈസ് ഡിക്ലെയർഡ് യൂസിങ് ക്ലാസ് കീവേഡ്. മനസ്സിലായല്ലോ. അതായത് ഇവിടെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? ക്ലാസ് എന്ന് കൊടുക്കുക, എന്നിട്ട് ക്ലാസ് നെയിം കൊടുക്കുക. ഇനി നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ ആനിമലിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാ? ന്യൂ കീവേഡ് വെച്ചിട്ട്. അപ്പൊ ആനിമൽ ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ന്യൂ ആനിമൽ എന്ന് കൊടുക്കാം. ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് മെനി ടൈംസ് ആസ് പെർ റിക്വയർമെന്റ്. ക്ലാസ് ഈസ് ഡിക്ലെയർഡ് ഓൺലി വൺസ്. നമുക്കിപ്പോൾ ക്ലാസ് ഒരു തവണയെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ ഈ ആനിമൽ ക്ലാസ് എന്ന് എഴുതിയിട്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. വീണ്ടും ഈ ആനിമൽ ക്ലാസ് എന്ന് എഴുതിയിട്ട് വേറെ പറഞ്ഞു കൊടുക്കത്തില്ല. ആനിമൽ ക്ലാസ്സിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം ഈ ക്ലാസ്സിനകത്ത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈ ആനിമലിന്റെ ഓരോ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒബ്ജക്റ്റ് എന്ന് കൊടുത്തു കഴിയാതെ ഓരോ ഒബ്ജക്റ്റ്, ഇപ്പൊ ഡോഗ് ഒരു ഒബ്ജക്റ്റ് ആണ്, ശരിയല്ലേ? അത് ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആനിമലിന് വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആനിമൽ ലയൺ ഈക്വൽ ടു ന്യൂ. മനസ്സിലായല്ലോ. അപ്പൊ ഈ ആനിമലിന്റെ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ഇപ്പൊ ഡോഗ്, ക്യാറ്റ് 50 എണ്ണം വേണമെങ്കിലും നമുക്ക് 50 ടൈപ്പ് ഓരോ മൃഗങ്ങളെ എടുത്തിട്ട് അതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിടികിട്ടിയല്ലോ. ഇനി എന്താണ്? ഒബ്ജക്റ്റ് അലോക്കേറ്റ്സ് മെമ്മറി വെൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. അത് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ആകുമ്പം അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്ലാസ് ക്രിയേറ്റ് ആകുമ്പം അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ക്ലാസ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് എഴുതുമ്പോൾ അതിന് പ്രത്യേകിച്ച് മെമ്മറി ഒന്നും അലോക്കേറ്റ് ആവുന്നില്ല. പക്ഷേ നിങ്ങളൊരു ഒബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ അതിന് മെമ്മറി അലോക്കേറ്റ് ആവുന്നുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ ലാസ്റ്റ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ മെനി വേസ് ടു ക്രിയേറ്റ് ഒബ്ജക്റ്റ് ഇൻ ജാവ സച്ച് ആസ് ന്യൂ കീവേഡ്, ന്യൂ ഇൻസ്റ്റൻസ് മെത്തേഡ്, ക്ലോൺ മെത്തേഡ്, ഫാക്ടറി മെത്തേഡ് ആൻഡ് ഡീസീരിയലൈസേഷൻ. അതായത് നമ്മൾ സാധാരണ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂ കീവേഡ് വെച്ചിട്ട്. ന്യൂ കീവേഡ് വെച്ചുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ക്ലോൺ മെത്തേഡ്, ന്യൂ ഇൻസ്റ്റൻസ് മെത്തേഡ്, ഇങ്ങനെ പല മെത്തേഡ്സും യൂസ് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ക്ലാസ്സിനെ നമുക്ക് ക്ലാസ് കീവേഡ് യൂസ് ചെയ്ത് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേറെ മെത്തേഡ്സ് ഒന്നുമില്ല. അപ്പൊ ഇത്രയാണ് ജനറൽ ആയിട്ടുള്ള ഡിഫറൻസ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.